ഒറ്റ തവണ 6-ാം തീയതി 6/6/2025. അല്ല, ഫാർമിലേക്ക് ഞാനൊരു പ്രസൻറ്റേഷൻ കാണിക്കാം, നമുക്കൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ 1 കോടി എവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നേരെയൊന്നും വരില്ല. അതുകൊണ്ടാണ്. അതെ, അല്ലാതെ അതിനകത്ത് കറക്റ്റ് ധാരണയുണ്ട്. അതിൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പണം ആവശ്യപ്പെടുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ്. പക്ഷേ എഗ്രിമെൻറ്റിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ചെയ്യണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിമിഷപ്രിയനെ ഇറക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു. നമുക്ക് എത്ര ദിവസം എടുത്തു കൊടുക്കും പൈസ അയക്കാൻ വേണ്ടിയിട്ട്? $40,000 ഉണ്ടായിരുന്നുള്ളൂ. അത്ര പൈസ അയക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ആർമിൻ്റെ പെർമിഷൻ എടുത്ത് വളരെ സമയം എടുത്തിട്ട് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് വേറെ രാജ്യത്തേക്ക് അവർ പെർമിഷൻ പറ്റില്ല. ആ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക്, നമ്മളല്ല, ബാങ്ക് തന്നെ ആ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യും. ഏത് ബാങ്കിലേക്ക് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ച് റിപ്പോർട്ട് എടുക്കും. ആ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പറയുന്നതിൽ 1 മണിക്കൂർ കൊണ്ട് അത് ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ടാണ് ഇവർ പെർമിഷൻ തരുന്നത്. RBI പൈസ അയച്ചോളാൻ പറഞ്ഞ് പെർമിഷൻ തരുന്നതിന് അയക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അയച്ചോളാൻ പറഞ്ഞാൽ പോരെ തരുന്നത്. സ്പോർട്സ് കൊണ്ട് ഫിനാൻസ് മിനിസ്ട്രി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പെർമിഷൻ വേണ്ടതുകൊണ്ടാണ്. അത് കിട്ടിയിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് പൈസ കിട്ടിയില്ല എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല. പൈസ അയക്കുകയും ചെയ്തു, അവർ കിട്ടിയെന്നും പറഞ്ഞു. അത് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് കിട്ടി, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളത് വരെ ക്ലിയറാണ്. അതിനകത്ത് എനിക്ക് ഡിസ്പ്യൂട്ടില്ല, അവർക്കും ഡിസ്പ്യൂട്ടില്ല, ആർക്കും ഡിസ്പ്യൂട്ടില്ല. പക്ഷേ ഈ ഡേറ്റ് അടുത്ത വർഷം 2026 സെപ്റ്റംബറിൽ വേണോ എന്ന് ചോദിച്ചാൽ 2026 സെപ്റ്റംബർ ലോക്കപ്പിന് ശേഷം എനിക്ക് ഡേറ്റ് വേണ്ട. അതുണ്ടെങ്കിൽ അന്നേരം നമുക്കൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഇവർ 2026 ജയിച്ച് വരികയാണെങ്കിൽ അന്നേരം എഗ്രിമെൻറ്റ് വെച്ച് പൈസ അയച്ച് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. പക്ഷേ 2026 വേണ്ടി 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ പൈസ അയച്ചിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മളത് എഗ്രി ചെയ്തുള്ള പ്രശ്നം എന്താ അറിയോ? ഇവരിവിടെ വന്ന് ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്തിട്ട് പോകും. ഇവർ ബോംബെയിലും ഡൽഹിയിലൊക്കെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് നമ്മൾ സംബന്ധിച്ചില്ല. അത് വരട്ടെ, അന്നേരം ആലോചിക്കാം. നമ്മൾ എംബസിനോട്, നമ്മൾ ഇന്ത്യൻ എംബസി, അർജന്റീനയിലുള്ള ഇന്ത്യൻ എംബസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലുള്ള അർജന്റീന എംബസിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നീക്കുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന ആരെയാണ്? കേരളത്തെയും ഇന്ത്യയെയും, ഇന്ത്യ ഗവൺമെൻറ്റിനെയും എൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. അതിനപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചത് അർജന്റീനേൻ്റെ പ്രസിഡന്റ് വലിയ ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനെ വിശ്വസിക്കാറില്ല. എൻ്റെ പൈസയെ കുറിച്ചിട്ട് നിങ്ങൾ ബോധേഡാവണ്ടെന്നേ. ഞാനത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോളാം. അതിൽ വേണ്ടി വരുമായിരിക്കും. അതിന് ഞാൻ പറയുന്നത് അത് ലീഗൽ ഫോർമാറ്റ് അല്ലേ, അതിലേക്ക് വരട്ടെ. അതിലേക്ക് ഞാൻ പറയുന്നത് എനിക്ക് പണം എഗ്രിമെൻറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ നിയമ നടപടിയും സ്വീകരിക്കും. പക്ഷെ അത് വയലേഷൻ ഉണ്ടായതും ആ തീരുമാനമാവട്ടെ. അത് ലോകകപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയും സെപ്റ്റംബറിന് ശേഷമാണ് ലോകകപ്പെങ്കിൽ ഞാൻ എഗ്രി ചെയ്തിട്ടുണ്ടാവും. 2020 നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ ഇലക്ഷനൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇപ്പോൾ അനൗൺസ് ചെയ്താൽ അന്നേരം നമുക്ക് ലോകകപ്പ് കളി നടത്തുന്നത് പ്രശ്നമൊന്നുമില്ല. കാരണം ആ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം നടത്താൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് മുൻപ് ഇപ്പോൾ ഒരു പാലം കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പാലം നിർത്തി വെക്കാൻ പറ്റുമല്ലോ, അത് നടത്തും. ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ അത് മുന്നോട്ട് പോയിട്ട് അവസാനം എപ്പോഴാണോ കളി തീരുന്നത് ആ കളി വരുന്ന ദിവസം, അതിപ്പം ഞാൻ പറയുന്നത് ഇലക്ഷൻ്റെ 2 ദിവസം മുന്നേ ആണെങ്കിൽ ഞാൻ എഗ്രി ചെയ്യും. പക്ഷേ എന്താണ്, ഒറ്റ കാര്യമുള്ളൂ, അത് ലോകകപ്പിന് മുൻപായിരിക്കണം. ലോകകപ്പിന് മുൻപുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ വിൻഡോയേ ഉള്ളൂ, മാർച്ച് മാത്രം. ആ വിൻഡോ എന്ന് പറയുന്ന സാധനം ഇവർക്ക് തന്നെ അറിയാം. ഞാൻ ഫിഫയായിട്ട് അറിയാവുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വിൻഡോ ഇന്ത്യക്ക് തരാൻ കഴിയില്ല. കാരണം അത് പുറത്തേക്ക് അവർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വിൻഡോ എന്ന് പറയുന്നത് ഈ ഒക്ടോബറിലാണ്. ഇനി നിങ്ങൾ പറയുന്ന പോലെ മെസ്സിനെ കൊണ്ടുവരൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് അടുത്ത വർഷം 2026 സെപ്റ്റംബറിൽ സൈൻ ചെയ്താൽ മതി. പക്ഷെ അത് എല്ലാവരും എഗ്രി ചെയ്യണം. സർക്കാർ എഗ്രി ചെയ്യണം, ഞാൻ എഗ്രി ചെയ്യണം, ഇവിടുത്തെ ആരാധകർ എഗ്രി ചെയ്യണം. അടുത്ത ലോകകപ്പിന് മെസ്സി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ജയ് വിളിക്കണമെന്ന് തീരുമാനിച്ചാൽ എല്ലാവരും കൂടെ പറയുകയാണ്, സാർ ഇനി നിങ്ങൾ പറയുക 2026 സെപ്റ്റംബറിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാൽ അന്നേരം ആലോചിക്കാം. അതൊരു വേറെ തോട്ടാണ്, വേറെ കാര്യമാണ്. പക്ഷെ ഞാനിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്ത് ചെയ്യണം, ഇവരെന്നോട് മേടിച്ച പൈസ ഈ എഗ്രിമെൻറ്റ് വേണം തിരിച്ചു തരണം. തിരിച്ചു തന്നിട്ട് പുതിയ എഗ്രിമെൻറ്റ് പകരം പുതിയ ട്രാൻസാക്ഷൻ നടക്കണം, പുതിയ എഗ്രിമെൻറ്റ് നടക്കണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അറിയിച്ചിട്ടില്ല. അതെ, അല്ല നമ്മൾ 5 ടീമിനെ കൊടുത്തിട്ടുണ്ട്. അവർ നമ്മൾ 5 ടീമിനെയാണ് ഇവർക്ക് അറിയേണ്ടത്. അവർ 5 ടീമിനെ
അല്ല ഞാൻ പറയുന്നത് നമ്മൾ ആ സെക്കൻഡ് ടീമുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഡിസ്കഷൻ നടത്തിയതിന് ശേഷം 5 ടീമിൻ്റെ ലിസ്റ്റ് അല്ല തീരുമാനമായി, ഞങ്ങൾ തീരുമാനമാക്കി വെച്ചു. അത് ആരെങ്കിലും കൺഫേം ചെയ്യണം. അതെ 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 ഞാൻ ഈ ടൂറൊന്നും ഇല്ലാത്ത ഇവർക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുള്ള ടീമുകളുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിനിറ്റ്, ആ ഡിസ്കഷൻ നടത്തിയിട്ട് ഞങ്ങൾ AFAനെ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ചതിന് ശേഷം അതിൻ്റെ കൺഫർമേഷൻ തരേണ്ട ആരാ? AFA ആണ്. ഈ ടീമുമായിട്ട് ഞങ്ങൾ റെഡിയാണ്. അതിനുശേഷം മാത്രം അവരുടെ എഗ്രിമെൻ്റ് ഉള്ളൂ. അല്ല ഞാൻ പറയുന്നത് അത് അർജന്റീന ടീമുമായിട്ട് ബന്ധപ്പെട്ട AFA മറ്റേ ടീമുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള ക്ലോസ് പ്രകാരം നമ്മൾ ഇവരെ അറിയിക്കണം ഇന്ന ടീമുമായിട്ടാണ് കളിക്കുന്നത്. അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഈ ടീമുമായിട്ട് ഇപ്പം മൊറോക്കോ ആയിട്ട് കളിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളൊരു ടീം മൊറോക്കോയോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൊറോക്കോ ആയിട്ട് ഞങ്ങൾ കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവരെ ഡിസ്കസ് ചെയ്ത് അവർ തീരുമാനമാക്കും. കാരണം ഇവരെ പോലെ ബുദ്ധിമുട്ടില്ല. കാരണം അവരെത്രയല്ല ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമല്ല. മനസ്സിലായോ? താഴേക്കുള്ള ടീമുകൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ ഫിഫ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ടീമിന് മാത്രമല്ല വിൻഡോ ഓപ്പൺ ചെയ്യുക, അവർക്ക് അനുസരിച്ച് കളിക്കാനുള്ള ടീമുകളുടെ കൂടെ വിൻഡോ ഓപ്പൺ ചെയ്യും. ആ വിൻഡോകൾ എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡേറ്റിൽ വേറെ വിൻഡോ ആർക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് പറയുന്നില്ല. നിങ്ങൾ അതിലേക്ക് പോയിട്ട് ഇനി അതുകൂടെ കൊളാക്കി വെക്കണ്ട. ഇപ്പം മെസ്സിനെ മാത്രമല്ല ആക്കിയിട്ടുള്ളൂ. അവിടെ നിൽക്കട്ടെ. ഏത് നോക്കട്ടെ, കൺഫർമേഷൻ വരട്ടെ. അതിൻ്റെ കൺഫർമേഷൻ വന്നോട്ടെ. അതിൻ്റെ കൺഫർമേഷൻ വന്നു. അല്ല 15 ഞാൻ പറയുന്നത് കൺഫർമേഷൻ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഒക്ടോബറിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുമല്ലോ. വന്നിട്ടില്ലാന്ന് അത് കിട്ടുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരം നോക്കാം. അതിനിപ്പോൾ ഏത് അല്ല ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ടീമിന് അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അർജന്റീനയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരണം എന്നൊരു റിക്വസ്റ്റ് ഒക്കെ നടത്താം. ആരോട്? ഫിഫേനോട്. അങ്ങനെയൊക്കെ റിക്വസ്റ്റ് നടത്താനുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യം അവർ ആലോചിക്കുകയായിരിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, ലോകകപ്പിന് മുൻപ് വരണം. വിൻഡോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ലോകകപ്പ് ആവശ്യമില്ല, ഒരു വിൻഡോ ആവശ്യമില്ല. നിങ്ങൾ ഈ വിൻഡോയും ലോകകപ്പും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഞാനിപ്പോൾ ചെന്ന് പറയുകയാണ്, ഞാനിപ്പോൾ ഡൽഹി സൈൻ ചെയ്യുന്നുണ്ടല്ലോ, ആ കൂടെ ചെന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ കേരളത്തിൽ കൂടെ ഒന്ന് വരണേ, ഞാനൊരു 10 കോടി വന്നേക്കാം എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വരും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാന്ന്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഇത്രയധികം കഷ്ടപ്പെടുത്തിയത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടല്ല. ഇത് ഫുട്ബോൾ ടീമിനെ AFAയുമായി ബന്ധം അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമുകൾ 2 ടീമിനെ ഇന്ത്യ കൊണ്ടിരിക്കുകയും കേരളത്തിൽ കൊണ്ടിരിക്കുകയും വലിയ ലോകകപ്പ് നടക്കുന്ന പോലെ ഒരു മത്സരം കേരളത്തിൽ നടത്താൻ പ്രാപ്തിയുണ്ടെന്ന് കേരള ജനതയെ ലോകത്തെ കാണിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവിടെ കഷ്ടപ്പെടുന്നത്. അല്ലെ മെസ്സിനെ കൂട്ടിയിട്ട് വന്നൊരു 2 ഇപ്പം നമ്മുടെ ബോബി മറ്റേ മറഡോണനെ കൊണ്ടുവന്നില്ല കേരളത്തിൽ, അതുപോലെ കൊണ്ടുവരാനാണ് ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. മെസ്സിനെയും കൊണ്ടുവരാം, നിങ്ങൾ പറയുന്നത് 7 ടീമിനെയും കൊണ്ടുവരാം. അതിന് ഇന്റർനാഷണൽ ഏജൻസികളുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവർക്ക് പൈസ അടച്ചാൽ അവർ കൊണ്ടുവന്ന് നിങ്ങൾ എത്ര മീറ്റിംഗ് 7 ദിവസം വേണ്ടി 7 ദിവസം എന്ത് വേണമെങ്കിൽ ചെയ്ത് തരാൻ റെഡിയാണ്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്.